ഒരു ദിവസം 5000 രൂപ മുതൽ 8000 രൂപ വരെയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ ഉപകാരമാകുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഡെയിലി ഒരു 5000 മുതൽ 8000 രൂപ വരെയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും ബെസ്റ്റായിട്ടും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന സ്നാക്സ് ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ദിസ് ഇസ് ഇക്ബാൽ ഹുസൈൻ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. മാർക്കറ്റിൽ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചിപ്സുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ പെട്ടതാണ് പൊട്ടോട്ടോ ചിപ്സ്, അതേപോലെ തന്നെ സ്വീറ്റ് പൊട്ടോട്ടോ, ജാക്ക് ഫ്രൂട്ട്, കപ്പ, ഇതുപോലെയുള്ള ഒരുപാട് സ്നാക്കുകൾ, ചിപ്സുകൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. ഓക്കെ, പക്ഷെ വളരെ റെയറായിട്ടുള്ള അല്ലെങ്കിൽ തീരെ നമുക്ക് നമ്മുടെ ഭാഗങ്ങളിലൊന്നും കാണാൻ കഴിയാത്ത, എന്നാൽ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന, ബിസിനസ് ചെയ്യാൻ കഴിയുന്ന നല്ല ഹെൽത്തി സ്നാക്സുകളായിട്ടുള്ള കുറച്ച് സ്നാക്സിൻ്റെ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പുതിയതായിട്ട് ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്, എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ അതിലേറ്റവും ഫസ്റ്റ് നമ്മൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് ചിപ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഒക്കെ നല്ല രീതിയിൽ ഹെൽത്തി, നമുക്കറിയാം ബീട്രൂട്ട് നമ്മൾ പച്ചയിൽ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയുക വെജിറ്റബിൾ ഐറ്റമാണ് ബീട്രൂട്ട് എന്നുള്ളത്. ബ്ലഡും ഇതൊക്കെ കൂടാനൊക്കെ നല്ല ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്നാക്സ് ചിപ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഹെൽത്തി സ്നാക്സ് ആയിട്ട് നമുക്ക് സെല് ചെയ്യാൻ കഴിയും. ഓക്കെ, പ്രത്യേകിച്ച് കുട്ടികൾ അതേപോലെ തന്നെ ലേഡീസിനൊക്കെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് പുരുഷന്മാരുൾപ്പെടെ എല്ലാവർക്കും കഴിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതുപോലെ കുട്ടികൾ, ലേഡീസൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചിപ്സായിട്ട് ഉള്ളൊരു സംഭവമാണ് ഈ ബീട്രൂട്ട് ചിപ്സ് എന്നുള്ളത്. ഓക്കെ, പിന്നെ അതിൻ്റെ കളറ് ഒരു നല്ല അട്രാക്ഷനായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിതിനെ സെല് ചെയ്യാനും കഴിയും, നല്ല പ്രൊമോട്ട് ചെയ്യാനും കഴിയും, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനും കഴിയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ബീട്രൂട്ട് ചിപ്സാണ്. ഓക്കെ, രണ്ടാമത്തെ ഒരു ചിപ്സ് എന്ന് പറയുന്നത് ക്യാരറ്റ് ചിപ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതും ഇത് പറഞ്ഞ പോലെ ഹെൽത്തി ഇമേജുള്ള, ഹെൽത്തി പ്രൊഫൈലുള്ള ഒരു ചിപ്സ് കാറ്റഗറിയിൽപ്പെട്ട ഒരു ഐറ്റമാണ്, വെജിറ്റബിളാണ് ക്യാരറ്റ് എന്നുള്ളത്. നല്ല ക്രഞ്ചായിട്ടുള്ള ഒരു ചിപ്സും കൂടിയാണ്. നല്ല ഡയറ്റ് എടുക്കുന്ന ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചിപ്സാണ് ക്യാരറ്റ് ചിപ്സ് എന്നുള്ളത്. അതേപോലെ തന്നെയാണ് പാവക്ക ചിപ്സ് കേട്ടോ. ഓക്കെ, പാവക്ക ചിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു യുണീക്ക് ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഷുഗർ കൺട്രോൾ, ഹെൽത്ത് ആംഗിളിലൊക്കെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന, കോമ്പറ്റീഷൻ കുറവുള്ള, ഓക്കെ, നല്ല ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുന്ന നല്ല യുണീക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പാവക്ക ചിപ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ചിപ്സാണ് ചേന ചിപ്സ് എന്നുള്ളത്. ചേനയുടെ ചിപ്സ് എന്ന് പറഞ്ഞാൽ കേരള ട്രഡീഷണൽ സ്നാക്സാണ്. നല്ല എന്താ പറയുക, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ടേസ്റ്റാണ്. നല്ല റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് വരാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സും കൂടിയാണ്. നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതേപോലെ തന്നെ ചേമ്പിൻ്റെ ചിപ്സ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. ഓക്കെ, ഒരു പ്രീമിയം ഫീൽഡിൽ നമുക്ക് സെല് ചെയ്യാൻ കഴിയും. അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇതാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഡ്രം സ്റ്റിക്ക് ചിപ്സ്. ഓക്കെ, ഇതൊക്കെ നല്ല രീതിയിൽ വിപണിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ചിപ്സുകളാണ്. ഓക്കെ, എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും വളരെ വലിയ കോമ്പറ്റീഷൻ വളരെ കുറവുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇതുപോലെയുള്ള ചിപ്സുകളൊന്നും ഇറക്കി തുടങ്ങിയിട്ടില്ല. ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ ഈ പറയുന്ന പോലെയുള്ള ലേസ് അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടോട്ടോ, അതേപോലെ സ്വീറ്റ് പൊട്ടോട്ടോ, അതുപോലെ ചക്ക വറുത്തത്, ഇതുപോലെയുള്ള ചിപ്സുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ അത്തരം ചിപ്സുകളിലും ബിസിനസ്സുകളിലൊക്കെ നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ചിപ്സുകളിലൊക്കെ കോമ്പറ്റീഷൻ വളരെ കുറവാണ്.
ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല ഹൈ വോളിയത്തിൽ നമുക്ക് ഈ ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ കഴിയും. പിന്നെ ഈ ബിസിനസ്സിനൊക്കെ വേണ്ടി വരുന്ന കുറച്ച് മെഷീനറീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ വെജിറ്റബിൾസൊക്കെ സ്ലൈസ് ചെയ്യാനുള്ള ഒരു കട്ടർ വേണം, അതേപോലെ തന്നെ ഒരു ഡീപ് ഫ്രയർ വേണം. അതിപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്കിപ്പോൾ ഒരു ഗ്യാസ് സ്റ്റവും അതേപോലെ തന്നെ ഒരു കടായൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഓയിൽ ട്രെയിനിങ് ട്രേ. ഓക്കെ. അത് നമുക്കിപ്പോൾ പേപ്പർ ടിഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒപ്പിയെടുത്ത് നമുക്കത് ട്രൈ ചെയ്യാൻ കഴിയും. ഓക്കെ. അതല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ മെഷീൻ മേടിച്ച് ചെയ്യണമെന്ന് മാത്രം. പിന്നെ അതേപോലെ തന്നെ സീലിംഗ് മെഷീന്, പിന്നെ വെയ് മെഷീന്, ഈ 2-3 സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ. പിന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് സെറ്റ് ചെയ്യലാണ്. അത് നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ സാൾട്ട്, അത് മസാല, നമുക്ക് അതിൻ്റെ ഫ്ലേവർ ഏതാണോ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്നായിട്ട് തോന്നുന്നതാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ 2-3 ഐറ്റംസിൽ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവറുകൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് വ്യത്യസ്ത ഫ്ലേവറിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് ഇറക്കാൻ കഴിയും. ഓക്കെ. പിന്നെ ഇത് എങ്ങനെയാണ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഓരോ വെജിറ്റബിൾസിൻ്റെയും പീൽ ചെയ്യുക, അതേപോലെ തന്നെ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്യുക. മെഷീൻ വെച്ച് സ്ലൈസ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് ഇതിൽ സ്ലൈസായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് മാനുവലി ചെയ്യുമ്പോൾ കുറച്ച് അങ്ങോട്ടും കൊണ്ടൊക്കെ അളവ് വ്യത്യാസം കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇതിനെ നമ്മൾ ഒരു സാൾട്ട് വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കണം. പിന്നെ ഡ്രൈ ചെയ്യുക, അതേപോലെ തന്നെ ഓയിൽ ഫ്രൈ ചെയ്യുക, അതേപോലെ തന്നെ ഓയിൽ ഡ്രൈ ചെയ്തെടുക്കുക, മസാല മിക്സ് ചെയ്യുക, പാക്ക് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം എന്നുള്ളത്. ഈ പാക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറുകളിൽ പാക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റിക്കേഴ്സും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല കവറുകളിലും നമുക്കിതിനെ പാക്ക് ചെയ്ത് ഇടാൻ കഴിയും. പിന്നെ നല്ല രീതിയിൽ ഹൈ മാർജിൻ പ്രോഫിറ്റുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ ഈ 1 kg ബീട്രൂട്ട്, ഇപ്പോൾ ബീട്രൂട്ട് ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ 1 kg ബീട്രൂട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം 400 മുതൽ 500 ഗ്രാം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോയുടെ അടുത്തോളം നമുക്ക് ഇത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് ചിപ്സായിട്ട് കിട്ടും. ഓക്കെ. വെയിറ്റ് കുറയാൻ അതിൻ്റെ വാട്ടറൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കത് ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഇത്രയും 1/2 കിലോൻ്റെ അടുത്ത് നമുക്ക് എന്തായി ചിപ്സായിട്ട് നമുക്കതിനെ കിട്ടാവുന്നതാണ്. ഇപ്പോൾ ഈ ഉദാഹരണത്തിന് നമ്മൾ കുട്ടിയുടെ സെല്ലിംഗ് പ്രൈസ് എടുത്തു കഴിഞ്ഞാൽ 400 രൂപ മുതൽ 800 രൂപ വരെ നമുക്ക് 1 kg ചിപ്സിന് നമുക്ക് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതിനെ ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹെൽത്തി ചിപ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, നോ പ്രിസർവേറ്റീവ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ നല്ല ട്രാൻസ്പെറൻറ്റ് കളർ പൗച്ചുകൾ ഉപയോഗിച്ച് അതിനെ പാക്ക് ചെയ്യാൻ ശ്രമിക്കുക. വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവറുകളിൽ അതിനെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സാൾട്ട്, അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സാൾട്ട്, സ്പൈസി, പെരി പെരി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവറിൽ അതിനെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വ്യത്യസ്ത ഫ്ലേവറിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കസ്റ്റമേഴ്സിൻ്റെ ഒരു ഒഴുക്ക് കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിപ്സ് ബിസിനസ്സുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നോർമലി മാർക്കറ്റിൽ കണ്ടുവരുന്ന ഈ ചിപ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കോമ്പറ്റീഷൻ കുറഞ്ഞതും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതേപോലെ തന്നെ നല്ല ഹൈ മാർജിൻ ലഭിക്കുന്ന ചിപ്സുകളാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതും, ഇതിൽ പല മിഷനറീസും നമ്മൾക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് മിഷനറീസ് വാങ്ങാൻ കഴിയുന്നതും, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ വീട്ടിലുള്ള മറ്റു ഐറ്റംസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഗ്യാസും സ്റ്റൗവും അതേപോലെ തന്നെ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിങ്ങനെ മാനുവലി നമുക്കതിൻ്റെ മിഷനറീസിൻ്റെ കോസ്റ്റൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് മിഷനറീസ് വാങ്ങാതെ തന്നെ നമുക്ക് പലതും നമുക്ക് വീട്ടിൽ ഇരുന്ന് കൊണ്ട് ചെയ്യാൻ കഴിയും. പക്ഷേ മിഷനറീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിഷനറീസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു പ്രൊഫഷണൽ ടച്ച് വരും. കാരണം ഇപ്പോൾ അതിൻ്റെ കട്ടിങ്ങിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പാക്കിങ്ങിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഡ്രൈനെസ് ആണെങ്കിലും അതിൻ്റെ ഫ്രൈ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു മിഷനറീസ് അല്ലെങ്കിൽ ഒരു ലെവലിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഒരു പ്രൊഫഷണൽ ടച്ച് വരുമ്പോൾ നമ്മൾ മാനുവൽ ചെയ്യുന്ന സമയത്ത് നമുക്കതിന് അതിൻ്റെ സൈസ് വ്യത്യാസം, കട്ടിങ്ങിൽ സൈസ് വ്യത്യാസം വരാം, അല്ലാന്നുണ്ടെങ്കിൽ അതിന് ഡ്രൈ ചെയ്യുന്നതിൽ ഒരു വ്യത്യാസം വരാം പലതിനും. അപ്പോൾ ഇതിൽ നിന്നും ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു മെഷീനറീസിൻ്റെ സഹായം തേടുന്നത്. അതിൻ്റെ ഒരു പ്രൊഫഷണൽ ടച്ച് കിട്ടാൻ എല്ലാം കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പുതിയ ബിസിനസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ ഇത് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇത്രയും വ്യത്യസ്ത ചിപ്സുകളുടെ ബിസിനസ് നല്ല രീതിയിൽ മാർക്കറ്റിൽ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.